തള്ളി ഇട്ടിട്ട് അന്നേരം ജോജി എന്തോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അയാളെ ഇടിച്ചപ്പോൾ ഞാൻ റോഡിൽ ഇറങ്ങി ആൾക്കാരെ വിളിച്ചു കൂട്ടി. ഞാൻ വെച്ചാൽ ആൾക്കാർ ഓടി വന്ന് ഇവരെ ഓട്ടിക്കും. ആരെയും കണ്ടില്ല. ബൈക്കിൽ വന്നവരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഞാൻ പറയുന്ന കേൾക്കുന്നതല്ലാതെ ആരും ഒന്നും ഇറങ്ങി വന്നില്ല. അപ്പോഴത്തേക്കും കുത്തി ബ്ലഡ് ഇങ്ങനെ വെള്ളം പോലെ ഒഴുകി അവർ ഓടി വന്ന് വീണ്. അപ്പം ജോജി പറഞ്ഞു എനിക്കും കുത്തുണ്ടെന്ന്. ഒരു ഓട്ടോയ്ക്കകത്ത് കൊണ്ടുവന്നപ്പം തന്നെ അവന് അനക്കൊന്നും ഇല്ലായിരുന്നു. എനിക്ക് വയ്യ. എൻ്റെ കൊച്ചിന് മകം പറ്റുമോന്ന് എനിക്ക് തോന്നുന്നു. പർദ്ദ ഇട്ടാന്ന് പറയുന്നത് പർദ്ദ ആ മുഖം കണ്ട് ഒരു വെളുത്തൊരു ചെറുക്കനാ അവൻ ക്രൂസറില്ലാതെ നടന്നങ്ങ് പോയി. അപ്പോഴത്തേക്ക് അപ്പൊ വീട് അവൻ നടന്നു പോയപ്പോഴത്തേക്ക് തന്നെ അവൻ കുറച്ച് രണ്ട് ബൈക്കുകാരന്മാർക്ക് പറഞ്ഞപ്പോ അവരെല്ലാരും സ്വയരക്ഷയല്ലേ നോക്കത്തുള്ളൂ. അപ്പോഴാ ജോജി അകത്താകും. എന്ത് പറഞ്ഞ അവൻ വീട്ടിൽ വന്നേ? ഒന്നും അയാൾ സംസാരിച്ചില്ല. കോളിംഗ് ബെല്ലടിച്ചു. ഇതേണക്ക് കോളിംഗ് ബെല്ലടിച്ചിട്ട് ഞങ്ങൾ തുറന്ന് അങ്ങനെ പട്ടിയെ തുറന്ന് വിട്ടേക്ക് എപ്പോഴും. പക്ഷെ അപ്പോഴെന്തോ എൻ്റെ കസിൻ വന്നുകൊണ്ട് ഞങ്ങൾ കൂട്ടിലോട്ടാക്കിയതാണ്. അന്നേരം പിന്നെ കോളിംഗ് ബെല്ലടിച്ചിട്ട് അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കഥവ് തുറന്നുണ്ട്. പർദ്ദയിട്ടെന്ന് ചോദിച്ചു എന്താന്ന് ചോദിച്ച് ഞാൻ അകത്തിരിക്കുമായിരുന്നു. അന്നേരം കാണാൻ ഇയാൾ ചാടി അകത്തോട്ട് അങ്ങ് കയറുക. ഇയാളാന്ന് പറഞ്ഞാൽ മുഖം കണ്ടോണ്ടാ എനിക്ക് പിന്നെ ഇയാളാന്ന് കയറുന്ന. അന്നേരം ഇയാൾ എന്തോ വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നു. പെട്രോൾ എന്തോ സ്മെല്ലുണ്ടായിരുന്നു. പെട്രോൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവൻ ചാടി കയറുമ്പോൾ എൻ്റെ മോ ഓടി വന്ന് ഇച്ചിരി ആടിച്ചിരി എൻ്റെ മോന് വല്ലതും പറ്റിയോ? അത് അവനെ കൊണ്ടുവന്നപ്പോഴേ അനക്കൊന്നും ഇല്ലായിരുന്നു. ഇത്രയും പേരെയൊക്കെ കാണുമ്പോൾ